ഹായ്, നമസ്കാരം. SP അരുളിലാണ്. രാവിലെ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുക. ഈ സ്വർണം കട്ടതിൻ്റെ ഗൂഢാലോചന നടന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലോ? അത് കൃത്യമായി സംശയിക്കാൻ പറ്റുന്ന സാഹചര്യ തെളിവുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടോ? അതായത് ഇത്രയും ദിവസം എന്താണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്, അവരെല്ലാം സഡൻലി ഒരു സൈലൻസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് 2014 കാലഘട്ടത്തിൽ UPAയുടെ തലതൊട്ടപ്പയായിരുന്ന സന്ദർഭത്തിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ നിത്യ സന്ദർശകനായിരുന്നു പോറ്റിയും ഈ ഗോവർദ്ധൻ എന്ന സ്വർണം വാങ്ങിയ വ്യക്തിയുമെന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെയുള്ളവർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ എത്തപ്പെട്ടു? അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, UPA ഭരണകാലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സർവ സംവിധാനങ്ങളും സോണിയാഗാന്ധിയുടെ ചുറ്റാകെ ഉണ്ട്. ആ സന്ദർഭത്തിൽ അതീവ സുരക്ഷയുള്ള വീട്ടിലേക്ക് ഇന്റലിജൻസ് ഇല്ലയോ? അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെയും ഇല്ലയോ? ഇതിനെക്കുറിച്ച് എന്താണ് സോണിയാഗാന്ധി അറിയാതെ പോയതും? അതായത് ഏതെങ്കിലും ഇതുപോലുള്ള ആൻറ്റിക്കുകൾ മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കയറി മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാൻ തയ്യാറാക്കിയത് 2014 മുതലാണ്. 2014 മുതൽ ഇവർ സ്വന്തം ആൾക്കാരെ ശബരിമലയിൽ കയറ്റിയിട്ടുണ്ട്. അവിടെ ഈ അടുത്ത സർക്കാർ വന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ആൾക്കാർ ഇരുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദേവസ്വം ബോർഡിൽ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സാങ്കേതികത്വം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവിടെ ഈ പോറ്റിമാരും തന്ത്രിമാരും പറയുന്നതിനപ്പുറം ഒരു പ്രസിഡന്റിനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവരൊരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർണം എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ അതിൻ്റെ പ്രഭ മങ്ങി, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു ചെറിയ തെളിച്ചക്കുറവുണ്ടായി, അതിനെ വീണ്ടും പൂശണമെന്ന് അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിന് പറ്റൂല എന്ന് പറയാൻ പറ്റൂ. അത് ഇനി പറ്റും. എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു സ്വർണം കട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിലുള്ള തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവിടെ വരുന്ന ദേവസ്വം പ്രസിഡന്റുമാർക്ക് തന്ത്രിമാരെ ഒന്നും വകവയ്ക്കേണ്ട കാര്യമില്ല, നിയമാനുസൃതമായി മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് പറയാൻ പറ്റും. ഇന്നലകളിൽ അങ്ങനെയല്ല. ഇന്നലകളിൽ അവിടെ അരങ്ങുവാണിരുന്ന തന്ത്രിമാരുൾപ്പെടെയുള്ളവർ കുടുങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2014 മുതൽ ഈ പ്ലാൻ ചെയ്തു കൊണ്ടുവന്ന ഈ പദ്ധതി ഇത് 2019 നടപ്പാക്കുന്ന എപ്പോഴാണ്? കാര്യം നിരന്തരം സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇയാൾ പോകുന്നുണ്ട്. അതിന് അടൂർ പ്രകാശും പിന്നെ ആന്റണി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് സഹായിയായി പോകുന്നുണ്ട്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. അതിനുശേഷം എപ്പോഴാണ് അതിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. 2019-20 കാലഘട്ടത്തിലാണ്. കൊറോണ വന്ന് ഈ നാട്, അല്ലെങ്കിൽ ശബരിമലയിൽ പോലും ആരും പോകാത്ത സന്ദർഭത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്നത്. ആ സന്ദർഭത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസ് എന്ന് പറയുന്നത്? ഇവിടെ തിരുവനന്തപുരം നന്തൻകോടാണ്. എല്ലാ ദിവസവും ദേവസ്വം പ്രസിഡന്റ് ഒന്നും ഈ ശബരിമലയിൽ കാണാറുമില്ല. അവർ ഒരു യോഗം ചേരുന്ന സന്ദർഭത്തിൽ അവിടെ ചെല്ലാറുണ്ട്, മിനിറ്റ്സ് ഒപ്പിട്ട് ചെയ്തിട്ട് പോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ സ്വർണ്ണം എന്ത് ചെയ്യുന്നു, ഇതൊന്നും നോക്കുന്നത് ആരാണ്? ഈ ഉദ്യോഗസ്ഥരാണ്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ചില കള്ളന്മാരെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാങ്കേതികമായി ഒരാൾ ഒപ്പിട്ടു എന്ന കാരണം പറഞ്ഞ് അയാളാണ് തെറ്റുകാരനെന്ന് മുൻനിർത്തിക്കൊണ്ട് ഈ രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ കുറച്ചെങ്കിലും ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം നന്തൻകോടാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസ്. അവിടെയാണ് ദേവസ്വം പ്രസിഡന്റിൻ്റെ റൂമുള്ളത്, അല്ലാതെ ശബരിമലയ്ക്കകത്തല്ല. ഇത് എപ്പോഴോ അവിടെ നിന്ന് വന്നതിൽ ഇദ്ദേഹം സാധാരണഗതിയിൽ ഒപ്പിടുന്നത് പോലെ അലക്ഷ്യമായിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകും. കാര്യം വിശ്വാസം ആരെയായിരിക്കും? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ തന്ത്രിയുടെ സ്വന്തം ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യം പറ്റില്ല എന്ന് പറയാൻ പറ്റൂ? ഒരിക്കലുമില്ല. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് ഈ കുടുങ്ങുന്നത്. അതിനൊക്കെ ഉത്തരവാദിത്തം പറയണം. കാര്യം ഒരു ചേറിലിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ അന്ന് അതേ ചെയ്യാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ പദ്ധതി എന്നാണ് ആവിഷ്കരിച്ചതെന്ന് പറഞ്ഞാൽ 2014 മുതൽ ഇവർ കൃത്യമായിട്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഈ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവർ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിരന്തര സന്ദർശനം നടത്തുന്നുണ്ട്. ഈ ആൻറ്റിക്കിൻ്റെ വിലയെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയതിന് ശേഷമാണിത് എടുത്ത് കടത്തിയിരിക്കുന്നു എന്നുള്ള മനസ്സിലാക്കുക. കാര്യം ഈ നടപ്പാക്കിയിരിക്കുന്ന പ്ലാനിനെ സംബന്ധിച്ച് VD സതീശൻ കൃത്യമായിട്ട് പലപ്പോഴും പറയുന്നുണ്ട്. അതായത് ഇത് ഇൻ്റർസ്റ്റേറ്റ് കച്ചവടമാണ്, ആൻറ്റിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം ഈ ആൻറ്റിക്കിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്കല്ലേ ഇതിനെക്കുറിച്ച് അറിയാവുള്ളൂ. ഇപ്പോൾ വിശ്വാസികളല്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തെ ഇവർ ആക്ഷേപിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ ചെന്നിട്ട് എന്തായാലും വിശ്വാസമില്ലാത്തവർ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ സ്വർണ്ണത്തെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ലോ. ഇതിനെക്കുറിച്ചെല്ലാം മൂല്യം എത്ര ഉണ്ടെന്നൊക്കെ പുറത്ത് അന്വേഷിക്കുക. അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ ഇവരുടെ ചുറ്റുവട്ടത്ത് എങ്ങനെയാണ് വരുന്നത്? ഈ സ്വർണം വാങ്ങുന്നവർ, സ്വർണം എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഈ കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാരുടെ വീടിനകത്ത് എങ്ങനെയാണ് വരുന്നത്? ഇതിൽ ഇവർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന വ്യക്തിയോടൊപ്പമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയോടൊപ്പമോ ഒക്കെ വരുന്ന ഫോട്ടോകൾ വച്ചുകൊണ്ടൊരു നരേഷൻ ഉണ്ടാക്കുകയാണ്. അതായത് യഥാർത്ഥ കള്ളനെ രക്ഷിക്കാൻ വേണ്ടിയും അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയും ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നു ഇവർക്കൊന്നും വിശ്വാസമില്ലാത്തവരാണെന്ന് പറഞ്ഞവർ ഇന്നിപ്പോൾ അവിടുത്തെ സ്വർണ്ണത്തോട് എന്തോ താല്പര്യം കാണിച്ചു എന്ന് പറയുന്നിടത്ത് അത് കൃത്യമായിട്ട് ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്.
ഈ സോണിയാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരി, അവർ ആന്റിക് ബിസിനസ് ഉണ്ടോ ഇറ്റലിയിൽ? അവർക്ക് ഇത്തരം സ്വർണ്ണങ്ങൾ കൊണ്ടുപോയാൽ എടുക്കാറുണ്ടോ? ഇത് ഇവിടെ നിന്ന് രാജ്യം വിട്ടിപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഇത്തരം കേസ് കത്തി വന്ന സന്ദർഭത്തിൽ രാജ്യം വിട്ടു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പക്കൽ കാര്യം പ്രത്യേക പ്രോട്ടോക്കോളുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊണ്ട് സ്വർണം വേണമെങ്കിൽ കടത്തി പുറത്തു കൊണ്ടുപോകാനുള്ള പ്രിവിലേജ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അതൊക്കെ അന്വേഷണം നടക്കണ്ടേ? അന്വേഷണം അടുത്തേക്ക് എത്തുമ്പോൾ അതിനെ വഴിതെറ്റിക്കുന്ന രീതികൾ നാട് ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ 2014 മുതൽ ആരാണ് പോറ്റിയെ കയറ്റിയതപ്പാന്ന് പറഞ്ഞാൽ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട് വഴിയാണ് ശബരിമലയിലേക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കണം അവർ ഈ പറയുന്ന പോറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? സ്വാഭാവികമായിട്ടും ഈ സ്വർണത്തിൽ കണ്ണും നട്ടിരിക്കുക, അവിടുത്തെ സമ്പത്തിനെക്കുറിച്ച് വരുമാനത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ആരാണ്? ആ വേവലാതിപ്പെടുന്നവർക്ക് ഈ സ്വർണമെന്ന് പറഞ്ഞാൽ ആ സ്വർണം കണ്ട് കണ്ണ് മഞ്ചളിച്ചവർ, അതിൻ്റെ ആൻറ്റിക് മൂല്യം, അതിന് ഇവരിൽ തന്നെ വ്യവസായികളുണ്ട്, ഇവർക്ക് തന്നെ അവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം സ്വർണം കട്ടത് ആരപ്പ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടപ്പ എന്നുള്ളതാണ്. അവിടെയാണ് സതീശൻ പറഞ്ഞ കാര്യങ്ങൾ. സതീശനെ കൊണ്ട് കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം അത് മറ്റൊരു കഥാപാത്രത്തെ, അതായത് ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരെ മുൻനിർത്തി കഥാപാത്രത്തെ മാറ്റി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ മുഴുവൻ ഗൂഢാലോചനയും സ്വർണം കടത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അത് കോൺഗ്രസ്സുകാരിലാണെന്ന് തെളിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മതിയാവും. തന്ത്രിയിലേക്ക് എത്താതിരിക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാര്യം ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാം തൂങ്ങും. കാര്യം അയാൾ എന്ത് ചെയ്യും? ഇതിന് ആരൊക്കെ സഹായം ചെയ്തു എന്ന് അയാൾ പറയുമല്ലോ. അതുകൊണ്ട് ഇവർ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗൂഢാലോചനയിൽ ഇവർക്ക് വേണ്ട സകല സഹായങ്ങളും, സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ട സകല സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്ന പ്രഥമ ബിന്ദു എന്ന് പറയുന്നത് തന്ത്രിയാണ്. ആ തന്ത്രിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയും തന്ത്രിയിലേക്ക് അന്വേഷണം ഒരു കാരണവശാലും തിരിയാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരും BJP-ക്കാരും കാട്ടുന്ന ജാഗ്രത ജനം തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ട് തന്ത്രിയുടെ പേര് ഇവർ മിണ്ടുന്നില്ല? ഇവർ മന്ത്രിയുടെ പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ തന്ത്രിയെ പിടിച്ചു കഴിഞ്ഞാൽ യുവന്മാരെല്ലാം തൂങ്ങിക്കഴിഞ്ഞാൽ ജനത്തിൻ്റെ മുന്നിൽ ഈ സ്വർണം കട്ടവന്മാരും ഇതാ എവിടെയൊക്കെ കൊണ്ടുപോയി പൂജിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ ജയറാം ഒരിക്കലും ഒരു CPM കാരനല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ സാധനം എത്തിച്ചിട്ടുണ്ട്. ഇവരാരെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. ഇനി സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇത് എത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. അവിടെ ഇത് പൂജ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഗൂഢാലോചന അത് നടന്ന പ്രഭവ കേന്ദ്രം സോണിയയുടെ വീട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട.